അമേരിക്ക ഇസ്രായേൽ സഖ്യവും ഇറാനും തമ്മിലുള്ള യുദ്ധം കൂടുതൽ രൂക്ഷമാകുന്നു. ഇറാൻ ഏതാണ്ട് പൂർണ്ണമായും തടസ്സപ്പെടുത്തിയ ഹോർമുസ് കടലിടുക്കിലെ നാവിക ഗതാഗതം സുരക്ഷിതമാക്കാൻ ഐക്യരാഷ്ട്രസഭയിൽ നിർണായക വോട്ടെടുപ്പ് നടക്കും. ആക്രമണത്തിന് പകരം പ്രതിരോധ മാർഗങ്ങൾ മാത്രം ഉപയോഗിക്കാൻ അനുമതി തേടിക്കൊണ്ട് ബഹ്റൈൻ അവതരിപ്പിച്ച പ്രമേയത്തിലാണ് UN വോട്ടെടുപ്പ് നടക്കുക. ഇതിനിടെ ഇറാൻ തലസ്ഥാനമായ ടെഹ്റാനിലും പരിസര പ്രദേശങ്ങളിലും വീണ്ടും വൻ സ്ഫോടനങ്ങൾ റിപ്പോർട്ട് ചെയ്തു. വടക്കൻ നഗരമായ കറജിലെ B1 പാലത്തിന് നേരെ അമേരിക്കയും ഇസ്രായേലും സംയുക്തമായി 2 തവണ വ്യോമാക്രമണം നടത്തി. ആദ്യത്തെ ആക്രമണത്തിൽ സാധാരണക്കാർക്ക് ജീവഹാനി സംഭവിക്കുകയും തുടർന്ന് രക്ഷാപ്രവർത്തകർ സ്ഥലത്തെത്തിയ സമയത്ത് വീണ്ടും ആക്രമണം ഉണ്ടാവുകയുമായിരുന്നുവെന്ന് ഇറാനിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. അൽബോർസ് പ്രവിശ്യയിലെ ഡെപ്യൂട്ടി ഗവർണറായ ഖൊദ്രത്തുള്ള സെയ്ഫ് നൽകുന്ന വിവരമനുസരിച്ച് ഈ ആക്രമണങ്ങളിൽ 8 പേർ കൊല്ലപ്പെടുകയും 95 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ഇറാനെ ബോംബിട്ട് ശിലായുഗത്തിലേക്ക് അയക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയതിന് തൊട്ടു പിന്നാലെയാണ് ഇറാനിലെ ഏറ്റവും ഉയരം കൂടിയ പാലം തകർത്തതായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചത്. പശ്ചിമേഷ്യയിൽ 1 മാസമായി തുടരുന്ന യുദ്ധത്തിന് യാതൊരു ശമനവുമില്ലെന്നാണ് ഈ പുതിയ സംഭവ വികാസങ്ങൾ വ്യക്തമാക്കുന്നത്. അമേരിക്കയുമായി ബന്ധമുള്ള പശ്ചിമേഷ്യയിലെ വിവിധ കേന്ദ്രങ്ങൾക്കും സിവിലിയൻ ഊർജ അടിസ്ഥാന സൗകര്യങ്ങൾക്കും നേരെ ഇറാനും സഖ്യകക്ഷികളും ആക്രമണം ശക്തമാക്കിയിട്ടുണ്ട്. സാമ്പത്തിക വ്യവസായ കേന്ദ്രങ്ങളെ ലക്ഷ്യമാക്കിയുള്ള ഈ ആക്രമണങ്ങൾ ആഗോളതലത്തിൽ തന്നെ ഊർജ വിതരണത്തെ ഗുരുതരമായി ബാധിക്കുമെന്ന കടുത്ത ആശങ്കയാണ് ഇപ്പോൾ ഉയർത്തുന്നത്. ന്യൂസ് ഡെസ്ക് കൊട്ടാരക്കര മീഡിയ.